കമ്പോസ് ചെയ്യാൻ ആദ്യം കിട്ടിയ പാട്ട് എന്ന് പറയുന്നത് കരിപ്പ്. ചായ കുടിക്കാൻ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നപ്പോ സംസാരിച്ചൊരു കാര്യത്തിന്റെ ഉള്ളിൽ പെട്ടെന്ന് എന്റെ ഫീൽഡേ പോണം. കർണാട്ടിക്കിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിയായിരുന്നു. ആരെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഇറങ്ങുന്ന സിനിമയും കുറ്റം പറഞ്ഞ് ഇരിക്കായിരുന്നു. എല്ലാ ദിവസവും പരിപാടി ഇതെന്ത് അങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. പൂതൻ എന്ന് പറഞ്ഞ ആൽബം ഇറങ്ങിയതിനു ശേഷം ജയ്ക്സേട്ടൻ പറഞ്ഞ നല്ലൊരു വർക്കാണ് പറയുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് കുമാരി എന്നെ ഏൽപ്പിക്കുന്നത്. പിന്നെ ജയ്ക്സേട്ടൻ പറഞ്ഞത് ബ്രാക്കറ്റ് ആയിട്ട് വെക്കാം മണിയണ്ണൻ അയ്യപ്പ, ജെയ്ക്സ് ബിജോയ്, മണിയണ്ണൻ അയ്യപ്പ. അങ്ങനെ ഒരാൾ വെക്കൂല. പ്രൈം ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു മ്യൂസീഷ്യനെ ഒരിക്കലും വേറൊരു ആളെ ബ്രാക്കറ്റഡ് ആയിട്ട് വെക്കില്ല. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു യാത്രയ്ക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടാൻ കാരണം ജെയ്ക്സ് ബിജോയ്. ഞാനിരുന്നിട്ട് ഒരു മെക്സിക്കൻ അപാരത കൊണ്ട് ഞാനിതുണ്ടാക്കുമ്പോ അവരൊക്കെ അവിടെ പുറത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ അതിന്റെ ഒരു മെക്സിക്കൻ അപാരത കംപ്ലീറ്റ് എഴുതിയിട്ട് മ്യൂസിക് ചെയ്തതാണ്. കാരണം ആ സമയത്ത് എനിക്കൊരു പേടിയാണ്, തുടക്കമാണ്. അപ്പൊ എനിക്കൊരു ട്യൂൺ അയച്ചു കൊടുത്ത് അതിനെ എഴുതി പറയാൻ എന്റെ മുന്നിൽ ആ സിനിമയില് റഫീഖ് അഹമ്മദാ. സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട. ഇതാണ് ആദ്യം കട്ട് ചെയ്യുക. 36 മണിക്കൂറൊക്കെ ചില ദിവസം കണ്ടിന്യൂസ് ഇരുന്നിട്ടുണ്ട്. ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ബിസ്ക്കറ്റും അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ആദ്യം ഒഴിവാക്കുക ഭക്ഷണം, പിന്നെ ഉറക്കം. ഈ 2 കാര്യം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ ദിവസം ഉറങ്ങുമ്പോഴായിരിക്കും മലയാളത്തിലെ എല്ലാ പ്രഗത്ഭ സംവിധായകരും എല്ലാവരും എന്നെ വിളിക്കുന്നത്. സൂപ്പർ സ്റ്റാർ, ഐഡിയ സ്റ്റാർസ്, ഇതിനൊക്കെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ഒന്നിനും കിട്ടിയിട്ടില്ല. സൂര്യ ടിവിയുടെ ഒരു പരിപാടിയിലാണ്, രാഗലയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് എനിക്ക് കിട്ടിയത്. കഷ്ടപ്പെട്ട് പഠിച്ച പാട്ടൊക്കെ എം ജയചന്ദ്രൻ സാറിന്റെ ഒക്കെ ഓഡീഷനിലൊക്കെ പോയിട്ട് ഒക്കെ തെറ്റിച്ച് പാടും. വിറച്ച് ആകെ നാശവും. എനിക്ക് ആ കൂടെ പറയാൻ ആ ഒരു ഷോ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഓഡീഷൻസിനും പങ്കെടുക്കും, എനിക്ക് കിട്ടൂല. പക്ഷെ അമ്മയൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും ഭക്ഷണം കഴിച്ചോ, അങ്ങനെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് നമ്മളെ പറ്റി ഒന്ന് നോക്കാം. ഇതിനോട് നന്നായി ബുദ്ധിമുട്ടിയിട്ട് ഇത് വേണം എന്ന് ഉദ്ദേശിച്ച് നടക്കുന്നുണ്ട് എന്നറിയാം. പക്ഷെ സിംഗർ ആവുന്ന തന്നെയാണ് ഒരു ഇത്. പക്ഷെ സിംഗർ ആവണില്ല. അത് കൂടി ആ സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയൊന്നും ഒരു നെഗറ്റീവ് പറയാ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇങ്ങോട്ട് പോരെ, ഇനിയിപ്പോ നീ ഇവിടെ വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൊക്കോന്ന് അവർ പറഞ്ഞില്ല. പൈസ അധികം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അമ്മ അപ്പോഴും ജോലിക്ക് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ എന്നോട് വേറൊരു ജോലിയിലേക്ക് കയറാൻ പറയും. കാരണം ഇത് വളരെയധികം പൈസ കുറവാണ്. ഒരു അപ്രന്റീസ് പോലെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ആ ഒരു അങ്ങനത്തെ ഒരു സമയമായിട്ട് കൂടെ നമുക്ക് അത്രയും സപ്പോർട്ടായിട്ട് അമ്മ നിന്ന്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം സക്സസ് ജേർണി പറയാൻ എത്തിയിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പയാണ്. മണി, ഒരുപാട് സന്തോഷമാണ് ഇന്ന് മണിയുടെ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ. ഒരു സ്പെഷ്യൽ സന്തോഷം തന്നെയാണ് അല്ല മണി അധികം ഇന്റർവ്യൂലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ 1ഓ 2ഓ മാത്രം കൊടുത്തിരിക്കുന്ന മണി. യെസ്, അപ്പം മണിയുടെ ഒരു എൻട്രി എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. കർണാട്ടിക് മ്യൂസിക് പഠിച്ച ഒരു പയ്യൻ, അതിൽ നല്ല തറവായിട്ട് എത്ര പാട്ടുകൾ പഠിച്ച് പഴകിയ ഒരു പാട്ടുകാരൻ, പിന്നീട് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ടേസ്റ്റും അല്ലെങ്കിൽ അവനിൽ കൂടുതൽ എല്ലാവരും പറയണു നീ നല്ല ഫോക്ക് മ്യൂസിക് നന്നായിട്ട് ചെയ്യും. അങ്ങനെ അതിലൊരു സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി. ആ ഒരു ഫ്ലേവറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എവിടെയോ എന്നെ തൂണ് ചാരി നിന്നു എന്ന് പറയണ പോലെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ മ്യൂസിക് ഡയറക്ടർ ആവാനുള്ളൊരു ചാൻസ് തരുന്നു. വേണോ വേണ്ടയോ എന്ന് അങ്ങനെ വിചാരിച്ച അവസാനം ഒരു രാത്രിയിൽ നിശ്ചയിച്ചു മണി മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാമെന്ന്. അതെല്ലാം ചെയ്ത പാട്ടോ കലിപ്പ്. എന്താ മണി, എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളെ ലൈഫിൽ നടക്കുന്നത്. അതെ, തീർച്ചയായും. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സിംഗർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മോൻസുത്താര സാറിന്റെ അവിടെ നിൽക്കുമ്പോ ഇപ്പോ ചില ട്രാക്ക് ചിലത് പാടുമ്പോ അതൊന്നും മെയിനായി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. ഒരു പാട്ട് സാർ എനിക്ക് സ്ട്രേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെ സാറിനും കുറെ ഇതുണ്ടല്ലോ, റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് സിംഗർ ആവാൻ പെട്ടെന്ന് അങ്ങനെ സാധിച്ചില്ല. അപ്പൊ കുറച്ച് നിരാശയൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ഇതങ്ങോട്ട് വലിയ വളർച്ച നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് കാണുന്നില്ല. അപ്പൊ ഈ സമയത്ത് സ്റ്റോറി ബോർഡ് റൈറ്റിംഗ് അതും ഉണ്ടായിരുന്നു പരിപാടി. അപ്പൊ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ സിദിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പുള്ളിയുടെ ഫ്രണ്ടാണ് ടോമിമ്മട്ടി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു സിനിമ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ച് ഒരു സംഭാഷണത്തിലുണ്ടായ
ഒരു ഇതാണ്. അതെ, വേണമെങ്കിൽ ചെയ്യേ എന്നുള്ള പുള്ളിയുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭാഷണ രീതിയിൽ അദ്ദേഹം അതങ്ങ് പറഞ്ഞിട്ടിട്ട് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ആ കാലയളവില് എപ്പോഴെങ്കിലും ഒരു മ്യൂസിക് ഇതുപോലെ സ്വയം ഡയറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ മണി? ആ ഒരു സമയം കോളേജ് ഗ്രൂപ്പ് സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ആ കോളേജിൽ തന്നെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡി സോണിന് പങ്കെടുപ്പിച്ച് അത് ഇന്റർ സോണ് കയറി, അത് പിന്നെ അങ്ങനെ സൗത്ത് സോണിലൊക്കെ പോയിട്ടുള്ളൊരു പാട്ട്. അതിനുശേഷം പിന്നെയും അപ്പോൾ ഇതൊരു ഹരമായി. അപ്പൊ അതും ഫോക്ക് മ്യൂസിക് ആയിരുന്നോ? അല്ലല്ല, അത് എല്ലാ ജോണറുമാണല്ലോ. അതിന്റെ സെക്കൻഡ് ഹാഫ് ഫോക്കും ഫസ്റ്റ് ഹാഫ് കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് ഈസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടായിരുന്നു. ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ് എന്നാണല്ലോ അതിനെ പറയാം. അപ്പൊ അത് പിന്നെ അത് അതിനുശേഷം ഞാൻ ഒരു പാട്ടും കൂടെ ഉണ്ടാക്കി. അത് നാഷണൽ വരെ എത്തി, സെന്റ് തോമസ് കോളേജിന് വേണ്ടിയിട്ട് തന്നെ. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചെയ്ത് പിന്നെ സൗത്ത് സോണ് കടന്ന് നാഷണൽ വരെ എത്തി. അങ്ങനെ എത്തിയിട്ടുണ്ട് ഒരു പാട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രചോദനമാണ്, നമുക്ക് എന്തെങ്കിലും കമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എനിക്ക് കമ്പോസ് ചെയ്യാൻ ആദ്യം കിട്ടിയ പാട്ട് എന്ന് പറയുന്നത് കലിപ്പ് കട്ടക്കലിപ്പ്, വേറെ തന്നെ ഒരു ജോണറിലുള്ള ഒരു പാട്ട് തന്നെ. അപ്പൊ അത് മണിക്ക് അത് കംഫർട്ടബിൾ ആയിരുന്നു ആ പാട്ട് അങ്ങനെ ചെയ്യാനായിട്ട്? കാരണം മണി പഠിച്ചതും മണി ചെയ്തതും അദ്ദേഹത്തിന്റെ മോഹൻ സാറിന്റെ കൂടെ നിൽക്കുമ്പം ആ ഒരു പാട്ടും ഇതൊക്കെ വേറെ തന്നെ ഒരു ഈസ്റ്റേൺ സ്റ്റൈലാണല്ലോ എത്രയാന്ന് പറഞ്ഞാലും. അവിടെ നിന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു രാത്രിയിൽ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഒരു പാട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനൊരു ട്രാൻസിഷൻ എങ്ങനെയാ മണി അത് സംഭവിച്ചേ? അത് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കൂട്ടുകാർ തമ്മിലുള്ളൊരു ബന്ധങ്ങളുടെ ഇടയിൽ കുറച്ച് സിനിമ കാണാനുള്ളൊരു ടേസ്റ്റൊക്കെ ഉള്ള നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാജൻ കുര്യൻ എന്ന് പറഞ്ഞൊരു ഈ മുഹമ്മദ് അലിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ പുള്ളിയൊക്കെ എനിക്ക് കുറേ സിനിമകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത്, ഈ സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നമ്മുടെ ഇവിടുത്തെ സിനിമകളല്ല, എല്ലാം പുറത്തെ സിനിമകളാണ്. അപ്പോഴാണ് ഇതിന് പുറത്ത് ഇത്രയും സിനിമകളും പിന്നെ ഭയങ്കര മ്യൂണിക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വട്ടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബാബേല് അതുപോലത്തെ കുറച്ച് സിനിമകൾ ആ സ്റ്റാർട്ടിങ് സമയത്ത്, അപ്പോഴാണ് കുറച്ചിങ്ങനെ ഈ പുറത്തുള്ള മ്യൂസീഷ്യൻസിനൊക്കെ ഒന്ന് ഇങ്ങനെ അറിയണം. കർണാട്ടിക്കിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി പോയിരുന്നു. അപ്പൊ അവരാ ഒരു സർക്കിളില് കുറച്ച് സിനിമകൾ കണ്ട ആ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ സെർച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ സാറിൻ്റെ അവിടെ ഇരിക്കായാലും നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. പുറത്ത് സെനഗൽ മ്യൂസിക്കില് ഞാൻ കുറേ സാധനങ്ങൾ, ഈ ഹമ്മിങ്ങും കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അവിടുത്തെ പാട്ടുകൾ കുറച്ച് കൂടി ഇഷ്ടമാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് സിംഗേഴ്സിനെയും എൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക ലൂപ്പിലിട്ടുകൊണ്ടിരിക്കുക അത് എപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെ കുറെ മ്യൂസീഷ്യൻസിന്റെ പാട്ടുകളൊക്കെ ആ സമയത്ത് കേട്ട് തുടങ്ങിയത് ഭയങ്കര ഒരു നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഒരു കിട്ടി. പക്ഷെ അത് മണിക്ക് കംഫർട്ടബിളും ആയിരുന്നു ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? ആയിരുന്നു. പക്ഷെ അത് ഈ പാട്ട് ആദ്യം കേൾപ്പിച്ചപ്പം അദ്ദേഹം കംഫർട്ടബിൾ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു, അഭിമാനിച്ചോ? അതെ, അതാണല്ലോ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. കാരണം നമ്മുടെ ഈ വട്ട് കറക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാകുമ്പോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് സിദിൽ സുബ്രഹ്മണ്യം പുള്ളി എന്നോട് പറഞ്ഞിങ്ങനെ നീ കൊടുത്തു നോക്ക്, ചെയ്തു നോക്കി, നീ എന്നും ഇങ്ങനെ എന്താ പറയാ. പിന്നെ ഞങ്ങൾ കുറച്ചൊരു മടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 കൂട്ടുകാരന്മാരൊക്കെ കൂടെ സ്റ്റുഡിയോ എടുത്ത് അവിടെ വർക്ക് ചെയ്യായാലും ഞങ്ങൾക്ക് പുതിയ ഇന്നോവേറ്റീവായിട്ട് ഒരു കാര്യം ആരെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഇറങ്ങുന്ന സിനിമയും കുറ്റം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും പരിപാടി, എല്ലാ ദിവസവും. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ സിനിമയെ കുറിച്ച് ഇതെന്ത് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഈ പണിയിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയില്ല. അപ്പോ ഇത് കഴിഞ്ഞ് അങ്ങനെ ഇത് 2-3 പ്രാവശ്യം ഈ സിദിലേട്ടനും കേട്ടിട്ടുണ്ട്. സിദിലേട്ടൻ ഇങ്ങനെ ഒരു വട്ടം എന്നോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ മലയാള സിനിമയും ഓരോ സിനിമേനെ കുറ്റം പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിന്റെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, ചിലപ്പോ ഇതായിരിക്കും പരിപാടി എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് ഞാനിത് ഓരോ ഇന്റർവ്യൂല് പറയും നീ ഇത് എല്ലാ ഇന്റർവ്യൂലും എന്റെ പേരൊന്നും പറയണമെന്ന് ഞാൻ അതല്ല, കുറെ ആൾക്കാരുടെ പേര് പറയാനില്ല. കാരണം ആ ടേണിംഗ് പോയിന്റിൽ ആകെ ഒരാളുള്ളൂ. വേറെ ഒരു 10-15 ആള് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നെങ്കിൽ നമുക്ക് ഓക്കെ. ഇതൊന്നും ഇല്ല. ഒരു ടീ ബ്രേക്കില് ഒരു ചായ കുടിക്കാൻ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നപ്പോ സംസാരിച്ചൊരു കാര്യത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എൻ്റെ
ഫീൽഡ് മാറിപ്പോവാണ്. അന്ന് രാത്രി ഇരുന്ന് അപ്പൊ ആ സമയത്ത് ഈ കബാലി സിനിമയൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ കറക്റ്റ് ടോം ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു, നീ നെരുപ്പിട ആ സോങ് കേട്ടിട്ടുണ്ടോ, സോങ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് ഇപ്പൊ റീസെന്റ്ലിക്ക് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ സന്തോഷ് നാരായൺ നമ്മുടെ സന്തോഷ് നാരായണന്റെ ഒരു കട്ട ഫാനാണ്. അപ്പോ ഈ ടോം ചേട്ടനും പറഞ്ഞു സന്തോഷ് നാരായണനൊക്കെ ചെയ്യണ പോലത്തെ എന്തെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോ എല്ലാം കൊണ്ടും നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു പരിപാടി. പക്ഷെ ഇതിലും രസം ഈ പാട്ടിരുന്നുണ്ടാക്കുക. അപ്പൊ ഇതില് സിനിമയുടെ പേര് വരണല്ലോ, ഒരു മെക്സിക്കൻ അപാരത. ഇതൊരു പാട്ടിലേക്ക് ഉൾപ്പെടുത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ ഞാനിത് അവിടെ സ്റ്റുഡിയോ റൂമിൽ ഞങ്ങൾ 4 പേര് കൂടി ആണ് ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർ പോവും കഴിഞ്ഞാൽ അവരവര് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അപ്പൊ ഞാനിരുന്നിട്ടിത് ഒരു മെക്സിക്കൻ അപാരത കൊണ്ട് ഞാനിത് ഉണ്ടാക്കുമ്പോ അവരൊക്കെ അവിടെ പുറത്ത് ഇങ്ങനെ കഴിഞ്ഞാ അതിന്റെ കളിയാക്കും. അവര് ഇത് വർക്കാവോ ഇല്ല എന്നുള്ളൊരു എന്താ പറയാ, അവര് മോട്ടിവേഷൻ തന്നിട്ടില്ലെന്നല്ല പറയണേ, പക്ഷെ അതൊരു കോമഡി ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇത് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് നീ ആള് കൊള്ളാലോ, ഇനി ഇത്രക്കൊക്കെ ചെയ്തു എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവുക. എപ്പോഴും പറയില്ല, കാരണം വെച്ചാൽ അത് നമ്മളെ ശരിക്കും ക്രിട്ടിസൈസ് ചെയ്യണത് അവർ തന്നെയാണല്ലോ, അതൊരു രസമാണ്. അപ്പൊ ആ സമയത്ത് അവര് എന്താ പറയാ പ്രോത്സാഹനമല്ല അതിന്. ഇത് ഈ അജിയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഇത് ഭയങ്കര കോമഡിയാവും പറയുമ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ലിറിക്ക് വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ഓരോ സ്റ്റേജ് വരുമ്പോ ഇവരൊക്കെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ സ്ട്രെയിൻ ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോ അവര് പിന്നെ അവർക്കും ഹാപ്പിയാണ്, അവരും നമ്മുടെ കൂടെ തന്നെയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വീട്ടുകാർക്ക് ഇതെങ്ങനെയായിരുന്നു വീട്ടില്? കാരണം അവര് നോക്കുമ്പോൾ ചെറുപ്പം മുതലേ വളർന്നു കഴിഞ്ഞപ്പോൾ മോൻ നല്ല പാട്ടുകൾ പഠിക്കുന്നു, നല്ലതായിട്ട് പാടുന്നു, ഒരുപാട് റിയാലിറ്റി ഷോസിൽ പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന തൻ്റെ മകൻ പിന്നീട് അവൻ്റെ ഫ്ലേവർ മാറി പാട്ടിലുള്ള ഫ്ലേവർ മാറി ഇങ്ങനൊരു തുടക്കം ചെയ്തപ്പോൾ അത് വീട്ടുകാരെ എങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്തത്? അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കും സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, ഇതാണ് ആദ്യം കട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ മോൻസിത്താര സാറിന്റെ അവിടെ ആയാലും ഞാൻ ഒരു ദിവസമൊക്കെ അത്യാവശ്യം സമയം ഇരിക്കും, ഇടയ്ക്കൊക്കെയാണ് താഴത്തേക്ക് ഇറങ്ങുക സാറിന്റെ വീട്ടിൽ കഴിയും. അപ്പൊ ഈ കണ്ടിന്യൂസ് ഇരിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അമ്മയൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും ഭക്ഷണം കഴിച്ചോ, അങ്ങനെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് നമ്മളെ പറ്റി ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അതിലെന്നെങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം അറിയണതുകൊണ്ട് ഞാൻ നന്നായി എന്താ പറയാ ഇതിനോട് നന്നായി ബുദ്ധിമുട്ടിയിട്ട് ഇത് വേണം എന്ന് ഉദ്ദേശിച്ച് നടക്കുന്നുണ്ട് എന്നറിയാം. പക്ഷെ സിംഗർ ആവുന്ന തന്നെയാണ് ഒരു ഇത്. പക്ഷെ സിംഗർ ആവണില്ല. പക്ഷെ ഇത് അമ്മയൊന്നും കൂടി ആ സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയൊന്നും ഒരു നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ എന്താ പറയാ ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോരെ, ഇനിയിപ്പോൾ നീ ഇവിടെ വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൊക്കോന്ന് അവർ പറഞ്ഞില്ല. ഇത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ പൈസ അധികമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അമ്മ അപ്പോഴും ജോലിക്ക് പോയിരുന്നു, അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ എന്നോട് വേറൊരു ജോലിയിലേക്ക് കയറാൻ പറയും. കാരണം ഇത് വളരെയധികം പൈസ കുറവാണ് നമുക്ക് കിട്ടുക. കാരണം ഞാൻ അത്ര പ്രൊഫഷണൽ എഞ്ചിനീയർ ഒന്നും ആയിട്ടില്ല. സാറിന്റെ അവിടെ ഒരു അപ്രന്റീസ് പോലെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യലി നമുക്കത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല, പറ്റില്ല. അപ്പൊ പക്ഷെ അങ്ങനത്തെ ഒരു സമയമായിട്ട് കൂടെ നമുക്ക് അത്രയും സപ്പോർട്ടായിട്ട് അമ്മ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു കാര്യം വന്നെന്ന് പറയുമ്പോൾ അവർക്കും ഇതെങ്ങനെയാണ് ഇതിങ്ങനെ വന്നത് അത്ഭുതമായിരുന്നു. പക്ഷെ അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവൻ ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്നിട്ടുണ്ട്, അത് സിനിമയിൽ പാടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ കാര്യമൊക്കെ അറിയാം, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ചില പാട്ടുകൾ മധുചേട്ടന് വേണ്ടി, മധുബാലകൃഷ്ണൻ അദ്ദേഹത്തിന് വേണ്ടിട്ടൊക്കെ ട്രാക്ക് പാടിയിട്ടിട്ട് അത് ഇത് ശരിയായെങ്കിലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്, പ്രതീക്ഷയോടെയാണല്ലോ ഓരോ ട്രാക്കും പാടുക. അപ്പോ അങ്ങനെ ഓരോ ട്രാക്കും പാടി അത് മറ്റൊരാൾ പാടി ഇങ്ങനെ പോയോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പറയും, പിന്നെ ഞാൻ കൂടെ വീട്ടിൽ പറയാതെ ആയി. കാരണം ഇനി അത്
ഞങ്ങനെ ഇന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്, ചിലപ്പോൾ അത് വരും, ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം ആയി. അപ്പൊ പിന്നെ അത് പറയല് നിർത്തി. അപ്പൊ പിന്നെ അവരും ഇങ്ങനെ ചോദിക്കലൊന്നുമില്ല, അവരെന്ന് പറഞ്ഞ അമ്മ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഇത് അവരെ സംബന്ധിച്ചും വലിയൊരു സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു, ഒരു അത്ഭുതവുമായിരുന്നു. മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ പോവാ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ, അത് അത്ര തന്നെ ഒരു NCC ക്യാമ്പില് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ സ്കൂളുകളില് ഇതൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്റ്റുഡിയോയില് മറ്റാൾക്കാരുടെ പാട്ട് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒതുങ്ങിപ്പോയി നിന്നിരുന്നതാണ്. ഇനി നമുക്ക് ഉയിരിനെ കുറിച്ച് സംസാരിക്കാം. മണിയുടെ ജേർണി നോക്കിക്കഴിഞ്ഞാൽ മണി ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും വളരെ നല്ല പാട്ടുകളാണ് ഉയിരിലൂടെ മണി നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ. മണിയിലെ കഴിവ് ഇന്നിപ്പോൾ മലയാള സിനിമ മണിയുടെ വേറൊരു ഫേസ് കാണാൻ തുടങ്ങുകയാണ് ഉയിരിലൂടെ. ആ ഒരു സക്സസ് മാത്രമല്ല, ഈ മൂവിയിൽ ഇപ്പം പൊതുവെ നമ്മുടെ ഇപ്പം ഇറങ്ങുന്ന മലയാള സിനിമകളിൽ അധികം പാട്ടുകളേ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ചിന്ന ചിന്ന ആസയിലുണ്ടായിരുന്നു 4-5 പാട്ടുകളൊക്കെ ആയിട്ട്. അതിനുശേഷം ഇപ്പം നമ്മുടെ മൂവിയിലാണ് ഇങ്ങനെ 5-6 പാട്ടുകളുള്ള ഒരു മലയാള സിനിമ വരുന്നത്. ഇതിലെല്ലാ പാട്ടിലും സത്യം പറഞ്ഞ ഷിബു ചക്രവർത്തി സാർ, ഷിബു സാറിന്റെ ഒരു കയ്യൊപ്പുണ്ട് എല്ലാ പാട്ടിലും. സാറായിട്ട് ഇരുന്നിട്ടാണല്ലോ എല്ലാ പാട്ടും നമ്മൾ കമ്പോസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ പാട്ടിന്റെയും ബിഗിനിങ്ങിൽ ഷിബു സാറിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. എല്ലാം തുടങ്ങി വെച്ചത് അദ്ദേഹത്തിൻ്റെ ടോക്കിലൂടെ വന്നിട്ടുള്ള കുറേ ആശയങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ഉച്ചവെയിൽ എന്ന് പറഞ്ഞ പാട്ട്, അതും ഒരു പുള്ളി എനിക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ള കുറച്ച് ഫോക്ക് പാട്ടുകളും പിന്നെ അതിനെ അതുപോലെ വേണം എന്നുള്ളൊരു ആശയം വെച്ചിട്ട്, പക്ഷെ നമ്മൾ അതുപോലെ കോപ്പി അടിക്കല്ല. അപ്പം അങ്ങനെ പിന്നെ ആ ലിറിക്ക് കറക്റ്റ് അങ്ങനെ എഴുതിയിട്ട്, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആശയപരമായിട്ട് ഇതിൽ എന്തെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിനെ മാക്സിമം മാറ്റിച്ചിട്ടുണ്ട്, ചില വാക്കുകളൊക്കെ മാറ്റിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടിയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ഏറ്റവും ടോപ്പിലെടുത്ത് പറയേണ്ടത് പത്മകുമാർ സാറ്. ഞാൻ ഭയങ്കര പേടിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഫോൺ ചെയ്ത്, കാരണം ഇത്രയും സിനിമകളൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പക്ഷെ എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോടൊക്കെ സംസാരിക്കണം. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പുള്ളി ഒരിക്കലും എന്നെ ഇത്രയും സീനിയർ ജൂനിയർ കളിയൊന്നും ഇല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിച്ചിരുന്നൊക്കെ. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു 10-15 കൊല്ലമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് എന്നോട് പറയണത്. അപ്പൊ ആള് ഇത്രയും വാല്യൂ തരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നൂലോ. അവര് തരുന്ന മോട്ടിവേഷൻ ഭയങ്കര ഗുണാണ്. പിന്നെ ഇതിലൊരു ടാസ്ക് ഉള്ള നിഖിലേട്ടന് പാട്ടറിയാം. ഒരു പ്രൊഡക്ഷൻ സൈഡിലും സ്റ്റോറി റൈറ്റിംഗ് സൈഡിലൊക്കെ ഒരു മ്യൂസീഷ്യൻ ഉണ്ടാവുന്നത് ഭയങ്കര അപകടമാണ്. അവരിൽ രക്ഷപ്പെട്ടു പോകണ്ടേ. ഒരു പാട്ടുണ്ടാക്കിയാണ് നിഖിലേട്ടൻ കേൾക്കേണ്ടത്. അപ്പൊ അതും എനിക്കൊരു ടാസ്ക്. അതില് സംഗീതജ്ഞൻ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു ഇൻസ്പെക്ഷൻ അവിടെ കഴിയും. അപ്പൊ അങ്ങനെ കുറച്ച് റിസ്ക് ആയിരുന്നു സത്യത്തില്. കഷ്ടപ്പെട്ടു. അതെ. അപ്പൊ പിന്നെ ഇതിങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ വയലൻസ് അല്ലെങ്കിൽ അന്ന് സ്കോർ ബേസ് ആയിട്ട് മൂവിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്ന് മാറി കുറച്ച് മ്യൂസിക്കലി കുറച്ച് ഈ പറഞ്ഞ പോലെ പല ജാനറിലുള്ള പാട്ടുകൾ ചെയ്യാൻ. ചിത്ര ചേച്ചി പാടുന്ന ആ പാട്ട്, അതിനകത്ത് ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ളൊരു പാട്ടും അതേപോലെ തന്നെ വളരെ ഇമോഷണൽ ആയിട്ട് പാടുന്ന വേറൊരു പാട്ടും ഉണ്ട്. നമ്മൾ ആദ്യമൊന്നും ഈ സോങ് ചിത്ര ചേച്ചി പാടാന്നുള്ളൊരു കാര്യമൊന്നും ചർച്ചയിലുണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ ചിത്ര ചേച്ചി പാടാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അല്ലേ ഈ പാട്ട് ചെയ്തപ്പോഴൊന്നും? ചിത്ര ചേച്ചിയാണ് പാടുന്നത്. നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു സിംഗർ എന്നായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു സെലിബ്രിറ്റി സിംഗർ എന്നുള്ള ലെവലിൽ ആ പാട്ടുകളൊന്നും ആ പാട്ട് ഒരിക്കലും മെയിനായിട്ട് നമ്മൾ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. ഉണ്ട്, ആ പാട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉണ്ടാവും. പിന്നെയാണ് ഈ പാട്ട് ഇങ്ങനെ വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഈ പാട്ട് കയറി ഇടയിൽ ഒരു പാട്ടിന്റെ പിന്നിൽ ഈ പാട്ട് വെക്കാം എന്നുള്ളൊരു ധാരണ വന്ന് താരാട്ടും ഒരു പാട്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വെക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ മാറി. അങ്ങനെ ഇടയിൽ ഈ പാട്ട് കേട്ട് ഇത് ട്രാക്കൊക്കെ പാടി വന്നപ്പോഴാണ് ഇത് പെട്ടെന്ന് ഒരു ദിവസം നിഖിലേട്ടൻ വിളിച്ചു പറഞ്ഞു 2 പാട്ട് ചിത്ര ചേച്ചി പാടുന്നു പറഞ്ഞു. അപ്പോൾ
രക്ഷപ്പെട്ടു. ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആണോ? ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് അതെല്ലാ മ്യൂസീഷ്യൻസിനും ആഗ്രഹമുള്ളതാണല്ലോ. അതെ. അതിലെ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഓരോന്ന് പാടി കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, മണികണ്ഠന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ. എന്തായി ചേച്ചി അസാധ്യമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, നമ്മള് മിണ്ടുന്നില്ല. അപ്പൊ അവരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ചേച്ചി പറയണം. പല്ലൊട്ടി 90s കിഡ്സിൽ ഇങ്ങനെ കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തോളമൊക്കെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ഇടയിലിടയിൽ അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ പിന്നെയാണ് തുടങ്ങിയതൊക്കെ. അപ്പോൾ പല്ലൊട്ടിയിൽ കുറച്ച് പാട്ടുകൾ അങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എൻ്റെ ബിഗിനിങ് ഒരു മെക്സിക്കൻ അപാരത കംപ്ലീറ്റ് ലിറിക്ക് എഴുതിയിട്ട് മ്യൂസിക് ചെയ്തതാണ്. കാരണം ആ സമയത്ത് എനിക്കൊരു പേടിയാണ്, തുടക്കമാണല്ലോ. അപ്പൊ എനിക്കൊരു ട്യൂൺ അയച്ചു കൊടുത്ത് അതിനെ എഴുതു പറയാൻ എന്റെ മുന്നില് ആ സിനിമയില് റഫീഖ് അഹമ്മദാ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് ഞാനൊരു ട്യൂൺ അയക്കാം, അത് പറ്റില്ലല്ലോ. അപ്പൊ റഫീഖ് സാറൊക്കെ ആയിട്ട് ആ സിനിമ ചെയ്യാൻ ഒരു എളുപ്പം വന്നത് മോൻസിതാര സാറിന്റെ അവിടെയൊക്കെ ഉള്ള ഒരു പരിചയം തന്നെയാണ്. അപ്പോ സാർ എന്നോട് കൂളായിട്ട് പറഞ്ഞു, നീ വേണമെങ്കിൽ ട്യൂൺ അയച്ചോ, എന്നിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ആദ്യം വരികൾ എഴുതിക്കോന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സിനിമയ്ക്കകത്ത് വരികൾ എഴുതിയിട്ടാണ് ഞാൻ മ്യൂസിക് ചെയ്തത്. രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. മണി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഇടവഴി കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോലെ വെറുതെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ട്യൂൺ വരും, അതപ്പം തന്നെ ഞാൻ വീട്ടിലെത്തി ഫോണിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ചെയ്തിരിക്കുന്ന പാട്ടുകളാണ് എൻ്റെ പലപ്പോഴും വർക്ക് ആയിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന ഏതെങ്കിലും ഒരു ട്യൂൺ ഈ ഉയരിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? തീർച്ചയായും. താരാട്ട് പാട്ട് ഏറ്റവും കൂടുതൽ ട്രാവലാണ്. കാറിനകത്ത് പോകുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോക്കകത്തുനിന്ന് ഇറങ്ങി ബാത്റൂമിൽ പോകുന്നതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെയാണ്. കാരണം അന്ന് നമ്മുടെ എല്ലാം ഒന്ന് ഡിസ്ട്രാക്ട് ആയിട്ട് നമ്മളൊന്ന് പോവല്ല. ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെ എന്തെങ്കിലും സ്ട്രൈക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുക. ഇപ്പൊ കൂടുതലും ഡ്രൈവ് ചെയ്യുമ്പോ തന്നെയാണ്. ഡ്രൈവ് ചെയ്യുമ്പോ ആരും കൂടാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോലും. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഓടിയിട്ട് പാടാലോ. ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തേക്ക് വെക്കുമ്പോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ വേറെ പാട്ട് കേട്ടോണ്ടല്ലേ ഡ്രൈവ് ചെയ്യണേ? ഇല്ലില്ല, ഞാൻ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ചില ദിവസമൊക്കെ ഞാൻ ഇവിടുന്ന് ആലുവന്ന് തൃശ്ശൂർ എത്തുമ്പോഴേക്കും എന്റെ തൊണ്ടൊക്കെ അപ്പൊ ഇത് ഫോൺ റെക്കോർഡിലിട്ട് വെക്കും. അപ്പൊ ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മ്യൂസിക് വെച്ച് അങ്ങനെയൊക്കെ പാടിയിട്ട് തന്നെ ഇടും. ഇതില് സ്കോറില്ല, കുറെ ഏറ്റവും അവസാനത്തെ സ്കോറൊക്കെ എനിക്ക് തോന്നുന്നു നിഖിലേട്ടൻ അവിടെ വന്നു പോയിട്ട് എനിക്ക് ആദ്യം കേൾപ്പിച്ച സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ഓർമ്മിച്ച് ട്യൂൺ പാടുക. അപ്പൊ ഇതിലാ ഒരു അതൊക്കെ ഞാൻ കുറെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഫോണിലുണ്ടായിരുന്നു. അപ്പൊ ഈ അവസാന സമയത്ത് അതുപോലെ ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമായിരുന്നു ആദ്യം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് പത്മകുമാർ സാർ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചതിന്റെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ മാറ്റിയിട്ട് ഇത് വെച്ചത്. അത് 2-3 പ്രാവശ്യം പുലർച്ചെ കണ്ടു നോക്കിയപ്പോ എനിക്ക് എന്തോ ഒരു 10 മണിയാകുമ്പോഴേക്കും ആള് വരും. പക്ഷെ അതിനൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് നിന്നു. അതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ വേണമെങ്കിൽ പോടെ അവിടെ നിന്ന് പറയാ വേണമെങ്കിൽ ഞാൻ 36 മണിക്കൂറൊക്കെ ചില ദിവസം കണ്ടിന്യൂസ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ എങ്ങാനും ഫോൺ നോക്കിയിട്ട് എങ്ങാനും പോവുക. ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ബിസ്ക്കറ്റും അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് ഈ പടത്തിൽ ഉയർല്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബോഡി ശരീരമൊന്നും നോക്കാതെ കുറെ ഇടയ്ക്ക് അതിങ്ങനെ ഒരു ഇതിന്ന് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഈ ഒരു ഇത് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 റീലിൻ്റെ പണി ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളത്. ഇപ്പൊ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നും സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2019 തൊട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ വീട്ടുകാരോട് ആരോടൊന്നും പറയില്ല. പക്ഷെ ഇപ്പൊ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഈ പല്ലൊട്ടിയുടെ സമയത്തൊക്കെ പെട്ടെന്ന് തലകറങ്ങിയിട്ട് ഒരു ദിവസം ഇങ്ങനെ പോയി. അപ്പൊ തൊട്ട് ഞാൻ പിന്നെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇതിങ്ങനെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങുമല്ലോ. ഇപ്പൊക്കെ ആദ്യം ഒഴിവാക്കുക ഭക്ഷണം, പിന്നെ ഉറക്കം. ഈ 2 കാര്യം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ ദിവസം ഉറങ്ങുമ്പോഴായിരിക്കും മലയാളത്തിലെ എല്ലാ പ്രഗത്ഭ സംവിധായകരും എല്ലാവരും എന്നെ വിളിക്കുന്നത്.
ഇതേപോലെ തന്നെ ഞാൻ രാജചേട്ടൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ രാജചേട്ടൻ ഒരു സിനിമയുടെ വർക്കിന് വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, സ്റ്റുഡിയോയിൽ നിന്നും 3 ദിവസം എണീക്കാതെ അവസാനം എനിക്ക് തന്നെ എന്നെ നാറാൻ തുടങ്ങി. എൻ്റെ പൊന്നു രമ്യ, നാറിയിട്ട് ബ്രഷ് ചെയ്യുന്നില്ല, ബാത്റൂമിൽ പോകുന്നില്ല, ഇടയ്ക്ക് മാത്രം ഭക്ഷണമില്ല, ഉറക്കമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും, ചീഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ നിന്നുമാണ് 3-4 ദിവസത്തിന് ശേഷം സ്റ്റുഡിയോയിൽ നിന്നും പോയി ഈ വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ളത്. മണി, നിങ്ങൾ ഇപ്പൊ മണിയും അതേപോലെ തന്നെ പറയണേ, നിങ്ങളുടെ ഹെൽത്തിനെ അത് എത്രത്തോളം ബാധിക്കുന്നത്? തീർച്ചയായും അത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെടുത്തി മണീനെ തന്നെ ആലോചിച്ചെടുത്തൊരു മ്യൂസിക്, അത് ഏത് പാട്ടായിരിക്കും? ഇത്ര ആലോചിച്ചിട്ട് മണിക്ക് അതിന്റെ മ്യൂസിക് കിട്ടുന്നില്ല. ഷുവറായി അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ പറയാം. കനവേ എന്ന് പറഞ്ഞ പാട്ട്, പല്ലുട്ടി 90s കിഡ്സിലെ ആ പാട്ട് എന്നെ എത്ര ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത്. കാരണം വെച്ചാൽ ഞാനൊരു പോയിന്റ് എത്തിയിട്ട് ഞാൻ ജിതിൻ രാജ് എൻ്റെ ഡയറക്ടറോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വർക്കാവണില്ല. അപ്പൊ അവൻ തന്നെ പറയും, മണിച്ചേട്ടൻ മുന്നേ ചെയ്ത സാധനങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്, പിന്നെ അത് പ്രൊഡക്ഷൻ സൈഡിലും അത് ഓക്കെ ആവണില്ല പാട്ട്. ഞാൻ ഇത് കഴിഞ്ഞ എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നും, പല്ലുട്ടിയുടെ ഇടയിൽ തോന്നിയത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഇടയിലേക്ക് വയ്യാതെ ആവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവാണ് നമുക്ക് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഐഡിയാസ് ഒക്കെ തീർന്നു പോയോ, ഇനി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനമൊക്കെ വന്നത്. ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. എന്നിട്ട് മുകളിലേക്ക് പോകും. അതന്നൊക്കെ വീടിൻ്റെ മുകളിൽ തന്നെയാണ്. താഴത്തേക്ക് വരും, കുറച്ചു നേരം വേറെ ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടിരിക്കും. എന്നിട്ടും മുകളിലേക്ക് ശ്രദ്ധ മാറ്റാൻ നോക്കിയിട്ടൊന്നും പറ്റണില്ല. ഒരു മെലഡി, അതിലൊരു രസകരമായിട്ടുള്ളൊരു മെലഡി വരുന്നില്ലേ. അങ്ങനെ കുറച്ച് മുന്നേ ഏറ്റവും ആദ്യം ചെയ്തൊരു സാധനം അങ്ങനെ ഞാൻ ജിതിന് വെറുതെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇതിന്ന് തുടങ്ങിയതാണ്, പക്ഷെ ഒരു ഐഡിയ കിട്ടുന്നില്ല പറഞ്ഞു. അപ്പോൾ ജിതിനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യട്ട് ഇത് തന്നെ മതി, ഇതിലെ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ട്, പിന്നെ ഇത് വെച്ചൊന്ന് തുടങ്ങിയാൽ മതി, ഇത് നമുക്ക് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പം മൊത്തം ടീമിനാണ് ആ പാട്ട് സെറ്റ് ആവാത്തത്. അപ്പൊ ജിതിൻ പറഞ്ഞത് വർക്ക് ചെയ്തോ, നമുക്കിത് ഓക്കെ ആക്കി എടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവനും മനസ്സിലായി ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒന്നും ലോക്കാവാതെ നിൽക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ പാട്ട് എന്താ പറയാ, അതൊരു ഫൈനൽ അവസ്ഥയിലേക്ക് എത്തി. പിന്നെ സുഹൈൽ ഗോയാണ് അത് വരികൾ എഴുതിയത്. ആ പാട്ടിന് സംസ്ഥാന അവാർഡ് കപിലിന്. അപ്പൊ അത് ഞാൻ പിന്നീട് ഈ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തൊക്കെ ചേച്ചി പറഞ്ഞപ്പോൾ ഞാനത് ഉറപ്പായിട്ടും പറയാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഉണ്ടാക്കിയ പാട്ട് വേറെ ഇല്ല, പക്ഷെ അത് സംസ്ഥാന അവാർഡ് വരെയുള്ള ഒരു ലെവൽ ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടത്. മറ്റു പാട്ടുകളൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. അത്ര ഈസി ആയിട്ട് അങ്ങനെ കിട്ടുന്ന ഒന്നല്ലല്ലോ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയണത്. ആ സിംഗർ ആവാൻ പറ്റും എന്നുള്ളൊരു ഇത് അന്ന് ഈ പെർഫോമൻസ് കുറച്ചും കൂടി പെർഫോമൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റിയാലിറ്റി ഷോസ് തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ നിന്ന് പാടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതും ഈ കഷ്ടപ്പെട്ട് പഠിച്ച പാട്ടൊക്കെ ഈ എം ജയചന്ദ്രൻ സാറിൻ്റെ ഒക്കെ ഓഡീഷനിലൊക്കെ പോയിട്ട് ഒക്കെ തെറ്റിച്ച് പാടും. തെറ്റിച്ച് പാടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വെള്ളി അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിറച്ച് ആകെ നാശവും. അതെങ്ങനെ പോയിട്ട് ഈ ഫിയറും മാറണില്ല. അപ്പോൾ സൂപ്പർ സ്റ്റാർ, ഐഡിയ സ്റ്റാർസ്, ഇതിനൊക്കെ ഞാൻ നടന്നു പോയിട്ടുണ്ട്, ഒന്നിനും കിട്ടിയിട്ടില്ല. സൂര്യ ടിവിയുടെ ഒരു പരിപാടിയിലാണ്, രാഗലയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ സുരേഷ് സന്തോഷ്, ഞാൻ, ഷിഗ പ്രഭാകർ, അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. സൂര്യൻ ഞാനൊക്കെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് ആ കൂടെ പറയാൻ ആ ഒരു ഷോ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഓഡീഷൻസിനും പങ്കെടുക്കും, എനിക്ക് കിട്ടൂല. അപ്പോൾ അത് ഭയങ്കര ഒരു നിരാശയായിരുന്നു. ഇപ്പം ഇവർക്കൊക്കെ പിന്നെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസ് ചെയ്ത് പാടുക അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. പിന്നെ സ്ക്രീൻ പ്രസൻസ്. ഇപ്പം ഞാനാണെങ്കിൽ മൊത്തത്തിലൊരു കോംപ്ലക്സ് മൊത്തം ഉള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സൈസാണ്, ഫിഗറാണ്. ഞാൻ തടി കുറഞ്ഞ് മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആയിരുന്നു. അപ്പം ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇടിച്ചു കയറി പോവില്ല. പെർഫോമൻസ്, പാട്ടുകൾ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മളത് ഒതുങ്ങി കൂടിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് കാരണം നമ്മളൊരു സൂപ്പർ സ്റ്റാർ ലെവലിലൊന്നുള്ള ഒരു കാര്യമില്ല. അപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് റെക്കോർഡിങ്ങിൽ സേഫ് ആയിരിക്കും. റെക്കോർഡിങ് ഏതെങ്കിലും ഇരുട്ടത്തിരുന്ന് പാടുകയാണ്. അതെ. അപ്പം ആ സമയത്ത് കുറച്ച് ഈ ആൽബം പാട്ടുകളൊക്കെ അങ്ങനെ പാടാനൊക്കെ പറ്റിയ കാരണമാണ്
ഇങ്ങനെ ചെറിയൊരു മോട്ടിവേഷൻ അപ്പൊക്കെ കിട്ടിയത്. ജേക്സ് ബിജോയുടെ കൂടെയുള്ളതും കൂടെ പറയും. ജെയ്ക്സ് ചേട്ടൻ്റെ കൂടെ ഞാൻ ഈ 2019 സമയത്ത് ഞാൻ ചെയ്ത പൂതൻ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം, അത് കേട്ടോ. അതിനു മുമ്പ് ഞാൻ ജെയ്ക്സ് ചേട്ടൻ്റെ മൺസൂൺ മാംഗോസ് ആ സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കായിരുന്നു. അപ്പോൾ അതിലെ റോസി എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജെയ്ക്സ് ചേട്ടൻ തിരിച്ച് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പൂതൻ എന്ന് പറഞ്ഞ ആൽബം ഇറങ്ങിയതിന് ശേഷം ജെയ്ക്സ് ചേട്ടൻ ഇത് കണ്ടിട്ടുണ്ട് ഈ പാട്ട്. അപ്പോൾ അത് ജെയ്ക്സ് ചേട്ടൻ പറഞ്ഞ നല്ലൊരു വർക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് നന്നായി അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറയുകയൊക്കെ ചെയ്ത്. അതിനുശേഷം ഏതോ ജ്യോതിഷ്ഠി കാശി എന്ന് പറഞ്ഞിട്ടൊരു ലിറിസിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതോ ഒരു വർക്കിൻ്റെ സമയത്ത് ഞാനും ജ്യോതിഷും കൂടെ എറണാകുളത്ത് വന്ന് ജ്യോതിഷ് കാശിയാണ് എന്നെ ജെയ്ക്സ് ചേട്ടൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്നത്, ലിറിസിസ്റ്റ്. അപ്പോൾ ജെയ്ക്സ് ചേട്ടനായിട്ട് അന്ന് സംസാരിച്ച് അന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് അപ്പോൾ ഈ പ്രോഗ്രാമിങ് പരിപാടിക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ചെയ്യണത് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ജെയ്ക്സ് ചേട്ടനൊരു ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ ജെയ്ക്സ് ചേട്ടൻ കൊത്ത് എന്ന് പറഞ്ഞ സിനിമയും പിന്നെ പക്ക കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെലുങ്ക് പടത്തിൻ്റെ ചെണ്ട റെക്കോർഡ് ചെയ്യുന്ന സെഷനിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ നല്ല സുഹൃത്ത് ബന്ധം, ഒരു പ്രോഗ്രാമർ എന്നുള്ള പോലെ അല്ല പുള്ളി നമ്മളോട് പെരുമാറിയിരുന്നത്. അങ്ങനെയാണ് കുമാരി എന്നെ ഏൽപ്പിക്കുന്നത്. കുമാരി ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് തുടങ്ങുക എന്നുള്ള. ആദ്യം ജെയ്ക്സ് ചേട്ടന് വേറെയും കുറേ പടങ്ങളുള്ള കാരണം എനിക്ക് മുന്നിട്ട് തന്നു എൻ്റെ ഒരു ടീസർ. അപ്പോൾ അത് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ ക്ലബ്ബായി. പിന്നെ ജെയ്ക്സ് ചേട്ടൻ പറഞ്ഞത് ബ്രാക്കറ്റായിട്ട് വെക്കാം മണികണ്ഠനയ്യപ്പ, ജെയ്ക്സ് ബിജോയ് മണികണ്ഠനയ്യപ്പ. അങ്ങനെ ഒരാളും വെക്കൂല. സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരിക്കലും അത് പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പോഴും ഫീൽഡില് പ്രൈം ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു മ്യൂസീഷ്യനെ ഒരിക്കലും വേറൊരു ആളെ ബ്രാക്കറ്റഡ് ആയിട്ട് വെക്കില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ജെയ്ക്സ് ചേട്ടൻ ഒരു പ്രോഗ്രാമർ എന്നൊരു ഒരു നിലയിൽ നിന്നല്ലാതെ നമുക്കൊരു നല്ല രീതിയിലൊരു വാല്യൂ തന്നുണ്ട്. അപ്പോൾ ജെയ്ക്സ് ചേട്ടൻ ഇത്രയും ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു യാത്രയ്ക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടാൻ കാരണം ജെയ്ക്സ് ബിജോയാണ്. കാരണം പുള്ളി പറയണ അടിപൊളിയാണ്, നല്ല സൗണ്ടിങ് ആണെന്നൊക്കെ പറയുമ്പോൾ അപ്പം നമുക്ക് ഇനിയും സാധ്യതകളുണ്ട് എന്ന് തോന്നുമല്ലോ. ജെയ്ക്സ് ചേട്ടനാണെങ്കിൽ മാസിന്റെ എന്താ പറയാ എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളാണ്. പുള്ളിക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇനിയും പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും ഓരോ സ്റ്റേജ്. ഇപ്പൊ കുമാരി ഒരൊറ്റ പടം കൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തായാലും ആ ഒറ്റ പടം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പാഠങ്ങൾ ആ ഒരു സ്റ്റേജിലുള്ള പടങ്ങൾ ഇനി എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് അതിന്റെ പ്രൊസീജിയറൊക്കെ കറക്റ്റ് നല്ല രസകരമായിട്ട് ചേട്ടൻ്റെ കൂടെ വന്നിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.